मेरे बाप की बेटी मेरे को बोलती मेरे बाप की बीवी मेरे को बेटा बोलती. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC ടൈപ്പ് പരീക്ഷകൾ. RRBയുടെ ഒട്ടുമിക്ക പരീക്ഷകളും റിപ്പീറ്റ് ചോദിക്കുന്ന ടോപ്പിക്കാണ് എന്ത്? ബ്ലഡ് റിലേഷൻസ്. ഇത് പറഞ്ഞാൽ വല്ലാത്ത ബന്ധങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പറയുന്ന സ്ഥാനത്ത് ഇപ്പം ഇങ്ങനെ തൊടുന്ന സ്ഥാനത്ത് ഇങ്ങനെ കറങ്ങി തൊടുന്ന ഒരു സ്കീമാണ് എന്ത്? നമ്മുടെ ബ്ലഡ് റിലേഷൻസ്. നമുക്ക് എന്താ, നമ്മുടെ അമ്മേനെ നമ്മൾ എന്ന് വിളിക്കും, നമ്മുടെ അച്ഛൻ്റെ ഭാര്യ എന്ന് വിളിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ മരുമോൾ എന്നൊക്കെ വിളിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് പറയാറ്, നമ്മൾ ഈ ടോപ്പിക്സിൽ പറയാറ്. അപ്പോൾ ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്ങനെയാണ് ഈ ടോപ്പിക്സിനെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് എന്താണ്, ബ്ലഡ് റിലേഷൻസിന് പല ജനറേഷൻസ് കടന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനും വേറൊരാളും തമ്മിലുള്ള ബന്ധത്തെ പല ജനറേഷൻസ് വഴി കണക്ട് ചെയ്തായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേഷൻസ് എങ്ങനെ മാർക്ക് ചെയ്യാം, എങ്ങനെയാണ് ഓരോ റിലേഷൻസ് മാർക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിയേ, എന്താണ് നമ്മൾ ഇപ്പോൾ 3 ജനറേഷൻ പറ്റിയാണ് പൊതുവേ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറ്, അല്ലെ? 3 ജനറേഷനാണ് പൊതുവേ വരാറ്. ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ, വരുന്ന ജനറേഷൻ, മുമ്പത്തെ ജനറേഷൻ. ആ ഒരു രീതിയിലാണ് പൊതുവേ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറ്. അപ്പൊ എന്താണ്, ഓരോ ജനറേഷനെയും ഓരോ ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓരോ ജനറേഷനെയും ഓരോ ലൈനുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. നമ്മൾ ഒരു ഡയഗ്രാം വെച്ചാണ് കൃത്യമായി നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുക. അപ്പൊ എന്താണ്, ഇപ്പോ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ്, ഓരോ റിലേഷനെയും നമുക്ക് ഓരോ ടൈപ്പ് മാർക്ക് ചെയ്യാം. ഇപ്പൊ എന്താണ്, ഫാദർ സൺ റിലേഷൻ, അല്ലെങ്കിൽ മദർ സൺ, അല്ലെങ്കിൽ മദർ ഡോട്ടർ, ഫാദർ ഡോട്ടർ, ആ ഒരു രീതിയിലുള്ള റിലേഷൻസിൽ എപ്പോഴും എന്താണ്, താഴേക്കുള്ള ഒരു ആരോ മാർക്കായിട്ട് ഡിനോട്ട് ചെയ്യുക. താഴേക്കുള്ള ഒരു ആരോ മാർക്കായിട്ട് ഡിനോട്ട് ചെയ്യുക. ഇപ്പൊ ഫാദർ സൺ, മദർ സിസ്റ്റർ, അതൊക്കെ താഴേക്കുള്ള ആരോ മാർക്ക്. പിന്നെന്താണ്, ബ്രദർ സിസ്റ്റർ, ബ്രദർ ബ്രദർ, സിസ്റ്റർ സിസ്റ്റർ എന്ന റിലേഷൻസിനെ സൈഡിലേക്കുള്ള ഒരു ആരോ മാർക്കായിട്ട് മാക്സിമം ഡിനോട്ട് ചെയ്യുക. ആ സൈഡിലേക്കോ ഈ സൈഡിലേക്കോ കേട്ടോ, ഏതെങ്കിലും സൈഡിലേക്കുള്ള ഒരു ആരോ മാർക്കായിട്ട് മാക്സിമം ഡിനോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നൊരു റിലേഷൻ വരികയാണെങ്കിൽ എന്താണ്, ഈക്വൽ ടു എന്ന സൈൻ കൊണ്ട് മാക്സിമം ഡിനോട്ട് ചെയ്യുക. ഇപ്പൊ ഇത്രയും ഡിനോട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഏകദേശം കണക്ഷൻസ് മനസ്സിലാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ജെൻഡർ. ജെൻഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എപ്പോഴും ഇപ്പോൾ PQR എന്നീ ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ P മെയിൻ ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഒന്നെങ്കിൽ എന്താണ് M എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലസ്സോ മൈനസോ അത് നിങ്ങളുടെ പ്രയോറിറ്റി പോലെ മാർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ പൊതുവെ മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പൊ M എന്നുണ്ടെങ്കിൽ M തന്നെ ഇട്ടാൽ അത് കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതി എപ്പോഴും മൈൻഡിൽ വെക്കുക. കാരണം ഇത്തരം സിമ്പിൾസ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചില റിലേഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ജെൻഡർ വെച്ച് മാറിപ്പോകുന്ന റിലേഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, എന്താണ് മെറ്റേണലും പെറ്റേണലും. എന്താണ് മെറ്റേണൽ, എന്താണ് പെറ്റേണൽ? ഇപ്പൊ നോക്കിയേ, മെറ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാൻഡ് പാരന്റ്സ് പറയുമ്പോൾ എന്താണ്, മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് പറയുമ്പോൾ എന്താണ്, അമ്മയുടെ പാരന്റ്സ് എന്ന ഐഡിയ വരുന്നത്. എന്താണ്, അമ്മയുടെ പാരന്റ്സ് എന്ന ഐഡിയ ആണ് എവിടെ വരുന്നത്, മെറ്റേണൽ പാരന്റ്സിൽ വരുന്നത്. ഇനി പെറ്റേണൽ പാരന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാദറിന്റെ പാരന്റ്സ് അല്ലെങ്കിൽ അച്ഛന്റെ പാരന്റ്സ് എന്നൊരു ഐഡിയ ആണ് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ എപ്പോഴും മാറി മാറി പോകേണ്ടതാണ്. കാരണം ജെൻഡർ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, പെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ജെൻഡർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനും നെഗറ്റീവ് എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, അച്ഛൻ്റെ വീട്ടുകാരെ ഇപ്പോൾ പൊതുവെ എന്താണ് പെറ്റേണൽ എന്ന് പറയുമ്പോൾ, അമ്മയുടെ വീട്ടുകാരെ പൊതുവെ മെറ്റേണൽ എന്ന് പറയാറ്. ഇപ്പോൾ ഓണ്ട് എന്ന് പറയുമ്പോൾ മെറ്റേണൽ ആണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മയുടെ സഹോദരിയും, പെറ്റേണൽ ആണെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരിയുമായിരിക്കും. അങ്കിൾ വരുമ്പോൾ എന്താണ്, മെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ അമ്മയുടെ ബ്രദർ എന്നൊരു ഐഡിയ വരുമ്പോൾ, പെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അച്ഛൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ബ്രദർ എന്നൊരു ഐഡിയ ആണ് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ പൊതുവെ മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ചോദ്യം എന്താ പറയുന്നേ, സുപ്രിയ ഈസ് സിസ്റ്റർ ഓഫ് അഖിൽ. ഹൗ ഈസ് മദർ ഓഫ് അഖിൽസ് ഫാദർ റിലേറ്റഡ് ടു സുപ്രിയ? എന്താണ്, സുപ്രിയ അഖിലിന്റെ
സിസ്റ്റർ ആണ്. അപ്പൊ എന്താണ്? സുപ്രിയ. എസ് എന്ന് ഇരിക്കട്ടെ, എസ് ഫീമെയിൽ ആണ് നമുക്കറിയാം, സുപ്രിയയാണ്. സുപ്രിയ അഖിലിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ എന്താണ്? രണ്ടും ഒരു ജനറേഷനിലാണ്. അപ്പൊ നമുക്ക് ഒരു ലൈനിൽ തന്നെ എഴുതാം, ഒരു ലൈനിൽ തന്നെ എഴുതാം. പിന്നെ എന്താ പറയുന്നത്? എങ്ങനെയാണ് അഖിലിന്റെ അച്ഛന്റെ അമ്മ അല്ലെ, അഖിൽസ് ഫാദേഴ്സ് മദർ അല്ലെ, മദർ ഓഫ് അഖിൽസ് ഫാദർ. അപ്പൊ എന്താണ്? രണ്ട് ജനറേഷൻ മേളിലേക്ക് പോവാണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ജനറേഷൻ അഖിലിന്റെ ഫാദർ എഫ്, ഈ ഫാദറിന്റെയും മദർ. ഞാൻ കുറച്ച് വലുതാക്കി താഴെ എഴുതാം. അപ്പൊ സുപ്രിയ ബ്രദർ ഓഫ് അഖിൽ, അഖിലിന്റെ ഫാദർ എഫ് ഇവിടെ, ഫാദറിന്റെ മദർ എം ഇവിടെ. അപ്പൊ എന്താണ്? അഖിലിന്റെ ഫാദറിന്റെ മദർ സുപ്രിയമായിട്ട് എങ്ങനെ കണക്ഷൻ ആവുക? നോക്കിയേ, സുപ്രിയ അഖിലിന്റെ സിസ്റ്റർ ആണെങ്കിൽ എന്താണ്? സുപ്രിയയുടെ അച്ഛനും ആരായിരിക്കും? അഖിലിന്റെ അച്ഛൻ തന്നെ ആയിരിക്കില്ലേ? അപ്പോ അഖിലിന്റെ അച്ഛന്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്താണ്? സുപ്രിയയുടെയും അച്ഛന്റെ അമ്മയല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ഗ്രാൻഡ് മദർ ആണ്. മനസ്സിലായോ? ഇത്തരം ചോദ്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. നമ്മൾ ഡയറക്റ്റ് പറയാവുന്ന റിലേഷൻ ആണെങ്കിലും ഇവർ നമ്മളെ ഉത്തരം കണ്ടുപിടിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇങ്ങനെ തൊടുന്ന സാധനം ഇങ്ങനെ കറങ്ങി തൊടുന്ന ഒരു ഇതാണ്, സ്കീമാണ്. അപ്പൊ ആ ഒരു സ്കീമോടെ പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, പൂനി is the daughter of Avani and Amit is the son of Avani's brother. How Amit's father related to Puni? എന്താണ്? പൂനി എന്ന് പറയുന്നത് ആവണിയുടെ മകളാണ്. പൂനി എന്ന് പറയുന്നത് ആവണിയുടെ മകളാണ്. അപ്പൊ എന്താണ്? ആവണി മുകളിൽ എഴുതുക, കുറച്ച് ഗ്യാപ്പ് എഴുതാം. ആവണി ഇവിടെ എഴുതുക. ആവണിയുടെ മകളാണ് ആര്? പൂനി. പിന്നെ എന്താ പറയുന്നത്? അമിത് എന്ന് പറയുന്നത് ആവണിയുടെ ബ്രദറിന്റെ മകനാണ്. അമിത് എന്ന് പറയുന്നത് ആവണിയുടെ ബ്രദറിന്റെ മകനാണ്. അപ്പൊ എന്താണ്? ആവണിയുടെ ബ്രദർ, ബ്രദറിനെ BRO എന്നല്ല, ബ്രോ ഇരിക്കട്ടെ. ബ്രദറിന്റെ മകനാണ് ആര്? അമിത്. ചോദിച്ചത് എന്താണ്? അമിത്തിന്റെ ഫാദർ പൂനിയുമായി എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നു? അമിത്തിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? ആവണിയുടെ ബ്രദർ. ആവണിയുടെ ബ്രദറും പൂനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ പൂനിയുടെ അമ്മയുടെ സഹോദരനാണ് ആര്? അമിത്തിന്റെ ബ്രദർ, അമിത്തിന്റെ ഫാദർ അല്ലേ? പൂനിയുടെ അമ്മയുടെ സഹോദരൻ. അപ്പൊ അമ്മയുടെ സഹോദരൻ, ബ്രദർ ഓഫ് മദർ എന്താ പറയാറ്? മെറ്റേണൽ അങ്കിൾ ആണ് പറയാറ് കേട്ടോ. മെറ്റേണൽ അങ്കിൾ. ഇവിടെ അങ്കിൾ എന്നും വരും, പെറ്റേണൽ അങ്കിൾ ഓപ്ഷൻ ഉണ്ടെങ്കിലോ നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മെറ്റേണൽ അങ്കിൾ എന്നാണ് ആൻസർ വരുന്നത്. എന്താണ്? മെറ്റേണൽ അങ്കിൾ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചിരിക്കും. എന്താണ്? ഇവിടെ മൊത്തം കൺഫ്യൂഷനെ പോകും. അപ്പൊ എന്താണ്? അമ്മയുടെ സഹോദരൻ വിളിക്കുന്ന പേര് മെറ്റേണൽ അങ്കിൾ എന്നാണ് കേട്ടോ. അപ്പൊ ഒരിക്കലും മിസ്സാകരുത് ഈ കാര്യം, കൺസെപ്റ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. X is brother of Y, V is mother of Y, M is sister of V's husband, N is brother of V, then how is N's son related to Y? എന്താണ്? ഫസ്റ്റ് എഴുതുക, X is brother of Y. X Y യുടെ ബ്രദർ ആണ്. അപ്പൊ എന്താണ്? Y നെ അവിടെ എഴുതി, X Y യുടെ ബ്രദർ ആണ്, അവിടെ ഇരിക്കട്ടെ, ഫിക്സ്. എന്താ പറയണേ? V is mother of Y. V എന്ന് പറയുന്നത് Y യുടെ മദർ ആണ്. അപ്പൊ എന്താണ്? ഇവിടെ എക്സ് ബ്രദറിന് എക്സ് എന്താണ്? എക്സ് മെയിൽ ആണ്. അപ്പൊ മെയിൽ മാർക്ക് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? വി ഈസ് മദർ ഓഫ് വൈ. അപ്പൊ എന്താണ്? വി വൈയുടെ മദർ ആണ്, അപ്പൊ ലേഡിയാണ്. എന്താണ്? എം ഈസ് സിസ്റ്റർ ഓഫ് വീസ് ഹസ്ബൻഡ്. വിയുടെ ഹസ്ബൻഡ് ഒരാളുണ്ട് ഇവിടെ, എച്ച് എടുക്കുമ്പോ ഈ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് ആര്? സിസ്റ്റർ ആണ് എം. പിന്നെ എന്താണ്? എൻ ഈസ് ബ്രദർ ഓഫ് വി. എൻ എന്ന് പറയുന്നത് വിയുടെ ബ്രദർ ആണ്. അപ്പോ ഇങ്ങോട്ട് ലൈൻ വരച്ച് ഇവിടെ എൻ മാർക്ക് ചെയ്തു. എൻ എന്ന് പറയുന്നത് വിയുടെ ബ്രദർ ആണ്. അപ്പൊ എന്താ പറയുന്നത്? എൻസ് സൺ റിലേറ്റഡ് ടു വൈ. എന്നിന്റെ മകൻ, എന്നിന്റെ മകൻ ഒരാളുടെ എസ് ആണെന്ന് വിചാരിച്ചോ. ഈ എസും ഈ വൈ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. എസും വൈയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. നോക്കിയേ, എസിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകൾ അല്ലെങ്കിൽ മകനാണ് ആര്? വൈ എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻ നമ്മൾ എന്താ പറയാറ്? അല്ലെങ്കിൽ അമ്മായിയുടെ മോൻ അല്ലെങ്കിൽ അമ്മായിയുടെ മോൾ എന്ന റിലേഷൻ എന്താ പറയാറ്? നമ്മള് പൊതുവെ നമ്മൾ പറയുന്നത് എന്താണ്? കസിൻ അല്ലേ?
ആൻസർ എന്താ വരിക? ആൻസർ വരിക മൂന്നാമത്തെ ഓപ്ഷൻ ആണ്, കസിൻ ആണ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ സി, കസിൻ ആണ്. അപ്പോ ഈ ഡയഗ്രാം വരച്ച് നോക്കിയാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ്. അപ്പൊ എന്താണ്, ഈ ഡയഗ്രാം കൃത്യമായിട്ട് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിയേ, ഈ എച്ചോ എമ്മോ ഈ എക്സിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആകെ വേണ്ടത് വൈയും വിയും എന്നും ആ എസ് മാത്രമാണ്. പക്ഷെ എന്താണ്, അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തിനാണ്? നമ്മളെ വഴി തെറ്റിക്കാനാണ്. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ കൃത്യമായി നല്ല ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒട്ടുമില്ല, ഒന്നും ഒരു ശരി ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഡയഗ്രാം വരച്ച് കണ്ടുപിടിക്കാം നമ്മൾ, കേട്ടല്ലോ? അപ്പൊ ഈ ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യം എപ്പോഴും കൃത്യമായി ഓർത്തിരിക്കുക. അപ്പൊ നോക്കിയാൽ എന്താ അറിയാനും നമുക്ക് നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏകദേശം നോക്കിയേ, ഇത്രയും പോസ്റ്റുകൾ ഗ്രാജുവേറ്റ് ലെവലിൽ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജർ ട്രാഫിക് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളും, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ജൂനിയർ ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക്, പിന്നെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് അടുത്ത വർഷത്തോട് നമുക്ക് ഒരു RRBയിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ? വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇത്തരം ഒരു കോഴ്സിന് ഇത്തരം ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ പാറ്റേണിൽ കൃത്യമായ രീതിയിൽ ഫുൾ സിലബസ് കവർ ചെയ്തില്ല എങ്കിൽ എന്താണ്, നമുക്ക് പരീക്ഷ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൃത്യമായ രീതിയിൽ ഫുൾ സിലബസ് കവർ ചെയ്ത് കൃത്യമായി പഠിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് സർക്കിളിൽ പുതിയ NTPC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഈ കോഴ്സിനെ പറ്റിയും കൃത്യമായ കാര്യങ്ങൾ അതിൽ അറിയാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് കോഴ്സ് ജോയിൻ ചെയ്യുക. കൃത്യമായ രീതിയിൽ കൃത്യമായി പഠിച്ചു പോയാൽ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് അടുത്ത വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് നേടാൻ പറ്റും ഇങ്ങനെ കൃത്യമായി പഠിച്ചു പോയാൽ. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, മാത്സ് മാത്രമല്ല പല വിഷയങ്ങളുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.